യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ അല്ല യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ വിചാരിക്കുന്ന ഒരുപാട് പേരുടെ സംശയമാണ് ഗൂഗിൾ ആഡ്സ് അഥവാ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക. യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഗൂഗിൾ ആഡ്സ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിനാണ്, ചെയ്താൽ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ, അഥവാ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മറ്റുള്ള ആൾക്കാർ ബാക്കി യൂട്യൂബേഴ്സ് അല്ലെ ബാക്കി എന്താ പറയുക വീഡിയോ കാണുന്നവർ എങ്ങനെയാണ് അവരെ വീഡിയോ പ്രൊമോട്ട് ചെയ്താൽ കാണുക, ആഡ് എങ്ങനെയാണ് കാണുക, ഇതിനെക്കുറിച്ചൊക്കെ മൊത്തമായിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗൂഗിൾ ആഡ്സ് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയയും കൂടി ഇന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗൂഗിൾ ആഡ്സിനെ കുറിച്ചാണ്. ഈ ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും രണ്ടും കേട്ടിട്ടുണ്ടാവും. ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും ഒന്നാണെന്ന് വിചാരിക്കുന്നവരുണ്ട്, പക്ഷേ രണ്ടും രണ്ടെണ്ണമാണ്. എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം 4000 വാച്ച് ഹവറും 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ ടു വേ ഒതന്റിക്കേഷനും പിന്നെ 0 സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കണക്ട് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ട്. ഈ റവന്യൂ കിട്ടാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന അക്കൗണ്ട് ഉണ്ട്. ആ കണക്ട് ചെയ്യുന്ന അക്കൗണ്ടിനാണ് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറയാം. ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഗൂഗിളിലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൻ്റെതായാലും ഫേസ്ബുക്കിൻ്റെതായാലും ഇൻസ്റ്റഗ്രാമിൻ്റെതായാലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വെബ്സൈറ്റുകളായാലും ഇതിനൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആഡ് അല്ലെങ്കിൽ പ്രൊമോഷൻ സൈറ്റ് എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഗൂഗിൾ ആഡ്സ്. അപ്പോൾ ഈ ഗൂഗിൾ ആഡ്സിൽ കൊടുത്താൽ ആഡ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ വീഡിയോ പ്രൊമോട്ട് ചെയ്താൽ ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, യൂട്യൂബ് വീഡിയോ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യൽ, ഈ യൂട്യൂബ് വീഡിയോ പ്രൊമോട്ട് ചെയ്താലുള്ള യൂട്യൂബിൻ്റെ ആ ഒരു ചാനലിൻ്റെ ഓണേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും, റവന്യൂ കയറോ വാച്ച് അവർ കയറോ, ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമെന്ന് പറയുന്നത് ഈ ഗൂഗിൾ ആഡ്സിൽ നമ്മൾ വീഡിയോ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഐ മീൻ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് ഉള്ള മെത്തേഡല്ല, എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ ചെയ്താലാണ് ഇതിന് കാര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്താണ് കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പറയാൻ പറ്റും. ഒന്നാമത് പറയുന്നത് വെച്ചാൽ ഇപ്പം വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ വീഡിയോ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏതായാലും പൈസ മുടക്കി വീഡിയോ ആഡ് കൊടുക്കാൻ പോവാണ്, പ്രൊമോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഇപ്പം ഒരു ടെക് ചാനലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ചാനലാണ് അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചാനലാണെങ്കിൽ അതിൽ അത്യാവശ്യം ആൾക്കാർ കണ്ട് നിൽക്കുന്നത് അഥവാ ആൾക്കാർ കണ്ട അത്യാവശ്യം എന്താ പറയുക എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ ഏതാണോ, അല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അഥവാ ഈ വീഡിയോ കൊടുത്താൽ ആൾക്കാർ കണ്ടു നിൽക്കും, അല്ലെ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്താൽ സബ്സ്ക്രൈബേഴ്സ് കൂടും, അല്ലെങ്കിൽ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്താൽ ബാക്കിയുള്ള വീഡിയോസ് കാണും തോന്നുന്ന വീഡിയോ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ നോക്കാം. കാരണം നമ്മൾ എമൗണ്ട് മുടക്കിയിട്ടാണ് ഈ ആഡും കാര്യവും കൊടുക്കുന്നത്. അപ്പം ആ കൊടുക്കുന്ന ആഡിന് അതിൻ്റെതായ റിസൾട്ട് കിട്ടണമെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റിയും നല്ല വീഡിയോസും നല്ല പ്രസൻറ്റേഷനും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഫുഡ് ചാനലാണ് പരസ്യം കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ഫുഡ് ചാനൽ പരസ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫുഡ് ചാനൽ എന്നല്ല ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള പറയുകയാണ്. ഫുഡ് ചാനലാണെങ്കിൽ അല്ലെ ടെക് ചാനലാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയൻസ് മാക്സിമം ആക്കാൻ നോക്കുക. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ആഡ് കൊടുക്കേണ്ട രീതികൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ ഗൂഗിൾ ആഡ് കൊടുക്കേണ്ട മെത്തേഡ് പറയാൻ പോകുന്നത് ഒരു 7 മെത്തേഡ് 7 അല്ലെങ്കിൽ 8 ആ ഒരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് രണ്ടാമത് ചെയ്യുക വെച്ചാൽ നമുക്ക് ഏത് വീഡിയോ ആണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമുക്ക് ഫുഡ് ചാനലാണെങ്കിൽ അതിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഭക്ഷണം റെസിപ്പീസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ടെക് ചാനലാണെങ്കിൽ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ ആയിരിക്കും ഉണ്ടാവുക. ഇനി വ്ളോഗേഴ്സ് ആണെങ്കിൽ എവിടെയെങ്കിലും പോയതോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ജേണി ത്രൂ ഉള്ള ട്രിപ്പോ കാര്യങ്ങളോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അതിലേത് വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ ആപ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഏതാണോ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ സെലക്ട് ചെയ്തതിനു ശേഷം ആ ആഡിൽ അതിനൊരു അപ്പിയറൻസ് ഉണ്ടാവും. ഇപ്പോൾ അതിന് ബാക്കിയുള്ളവർ നമ്മളെ വീഡിയോ കാണുമ്പോൾ ആഡ് വഴി കാണുമ്പം എങ്ങനെയാണ് കാണേണ്ടത് അപ്പിയറൻസ് ഈ ഗൂഗിൾ ആഡ്സിൽ സെറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൊക്കേഷനും ലാംഗ്വേജും. ഉദാഹരണത്തിന് ഇപ്പം മലയാളം ടെക് ചാനലാണെങ്കിൽ ലൊക്കേഷൻ വരിക നമുക്ക് അത്യാവശ്യം ലൊക്കേഷൻ മലയാളം ചാനലാണെങ്കിൽ മലയാളം ഓഡിയൻസ് ആണ് വേണ്ടി വരിക. അല്ലാതെ ഇപ്പം മലയാളം ചാനലിന് ഹിന്ദി അറബി ഉറുദു സംസ്കൃതം ആൾക്കാരെ കിട്ടിയൊരു കാര്യമില്ലല്ലോ. അപ്പം ഇപ്പം തമിഴ് വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോ ആണെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഉള്ള ലൊക്കേഷന് അതിനിപ്പോൾ കേരളം തന്നെ വേണമെന്നില്ല. നമ്മളിപ്പം സൗദി അറേബ്യ അല്ലെങ്കിൽ GCC കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്ക UK യൂറോപ്പ് റഷ്യ എവിടെ വേണമെങ്കിലും കൊടുക്കാം. അവിടുത്തെ മലയാളം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ലൊക്കേഷൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ലൊക്കേഷൻ സൗദി അറേബ്യ കൊടുക്കുകയാണെങ്കിൽ ലാംഗ്വേജ് മലയാളം ആക്കിയാൽ മതി, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇപ്പം അമേരിക്ക കൊടുക്കുകയാണെങ്കിൽ ലാംഗ്വേജ് മലയാളം ആക്കിയാൽ മതി. അങ്ങനെയുള്ള ഉപകാരം എന്താ വെച്ചാൽ വൈഡ് ഓഡിയൻസ് കേരളം ഇപ്പം മലയാളം എന്നുള്ളത് നോർമലി വരിക കേരളം ഓഡിയൻസ് ആണല്ലോ, ആ കേരളം എന്നുള്ളത് മാറി വൈഡായിട്ടുള്ള ഓഡിയൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ പുറമെ നമുക്ക് ആ ഒരു ഏരിയയിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ ചാനലിലേക്ക് കിട്ടും. റവന്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് പുറത്തുനിന്നുള്ള വളരെ നല്ല ഉപകാരമുള്ള കാര്യങ്ങളാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ജെൻഡർ ഏജ് അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഒരു ടെക്കി ചാനലാണെങ്കിൽ ഒരു
70 എബോവ് 65 എബോവ് ഉള്ള ഓഡിയൻസൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത കണ്ടന്റ് ആയിരിക്കുമല്ലോ ടെക്കി ചാനലുകൾ ഉണ്ടാവുക. അപ്പം ഫുഡ് ചാനലാണെങ്കിൽ ഒരു 25 എബോവ് 30 എബോവ് ഉള്ള ഓഡിയൻസ് പെണ്ണുങ്ങൾ ആയിരിക്കുമല്ലോ താല്പര്യം ഉണ്ടാവുക. അപ്പം അത് സെലക്ട് ചെയ്യുക. അപ്പം ജെൻഡർ ആണെങ്കിൽ മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്യാൻ പറ്റും, ഏതാ വേണ്ടത് സെലക്ട് ചെയ്യാൻ പറ്റും. ഏജ് ആണെങ്കിൽ 18 to 25 25 to 32 32 to 40 40 to 48 50 to 60 65 അപ്പം അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഫുഡ് ചാനലാണെങ്കിൽ ഫുഡ് ഭക്ഷണം ഉണ്ടാക്കുക 18 വയസ്സിന് താഴത്തുള്ള കുട്ടികളോ അല്ലെങ്കിൽ 10 വയസ്സിന് താഴത്തുള്ള കുട്ടികളോ അല്ലല്ലോ, അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ളൊന്നും ആയിരിക്കുമല്ലോ നോർമലി ഫുഡ് ചാനലും കാര്യങ്ങളൊക്കെ കാണാം. ഒരു 80 to 25 അല്ലെങ്കിൽ 80 to 35 അല്ലെങ്കിൽ 30 to 45 ആ റേഞ്ചിലുള്ള ഫീമെയിൽ ഓഡിയൻസ് ആയിരിക്കും ഫുഡ് ചാനൽ കാണാം. പക്ഷെ ആ സ്ഥാനത്ത് ടെക് ചാനലാണെങ്കിൽ ഒരു 18 to 25 നമ്മളൊരു ടീനേജ് ടൈമിലുള്ള ആ ഒരു പീരീഡിലുള്ള ആൾക്കാരാണല്ലോ ഈ ടെക് ചാനൽ കാണാം. പിന്നെ ആണെങ്കിൽ നമ്മൾ ഈ ട്രാവൽ വ്ളോഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഡിയൻസും കാണുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൊക്കേഷനും ലാംഗ്വേജും സെലക്ട് ചെയ്യുക, പിന്നെ ജെൻഡറും ഏജും സെലക്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞു ഫുഡ് ചാനലാണെങ്കിൽ ഫുഡ് ചാനലിലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. ടെക് ആണെങ്കിൽ ടെക്. ഇപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ അത് ടാർഗറ്റ് ചെയ്യുന്നത് കാറ് നന്നാക്കുക ബൈക്ക് നന്നാക്കുന്ന ഓഡിയൻസിനാണെങ്കിൽ ഉറപ്പാണ് എടുത്തു നോക്കിയാൽ ക്ലിക്ക് ഒഴിവായിക്കോളും, കാണൂല. നമുക്ക് ഒരു കാര്യമില്ല, നമ്മുടെ പൈസ ക്ലിക്കിനുള്ള പൈസ അവിടെ പോകാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുക അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം എടുക്കുന്ന വീഡിയോ അല്ലെ നമ്മളിപ്പം ഔട്ട് ചെയ്യുന്ന വീഡിയോ ഫുഡാണെങ്കിലും, ഞാൻ ഈ ഫുഡ് ടെക് വ്ളോഗ് എന്ന് പറയാൻ കാരണം പൊതുവേ ഫെമിലിയർ ആയിട്ടുള്ള കണ്ടന്റ് അതായതുകൊണ്ടാണ്. പല കണ്ടന്റ് ഇടുന്നവരുണ്ട് ഫുഡും ടെക് വ്ളോഗും അല്ലാതെ. പിന്നെ എന്തെങ്കിലും പഠനത്തിൻ്റെ ഉദാഹരണത്തിന് ഇപ്പം എക്സാമുകൾ മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാര്യങ്ങൾ ഇടുന്നവരുണ്ട്, അവർക്കും ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ അവരെ ടാർഗറ്റ് എന്തായിരിക്കണം വെച്ചാൽ അവർ ചെയ്യുന്ന കണ്ടന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കണം. ഫുഡാണെങ്കിൽ ഫുഡ് കണ്ടന്റിൽ താല്പര്യമുള്ളവർ, ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഓഡിയൻസ് ആക്കുക. ടെക് ആണെങ്കിൽ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട കാണുന്ന ഓഡിയൻസ് ആക്കുക. വ്ളോഗ് ആണെങ്കിൽ വ്ളോഗായിട്ട് ബന്ധപ്പെട്ട ഓഡിയൻസിനാക്കുക. അങ്ങനെ അവർ കൊടുക്കുന്ന ആഡിന് കൊടുക്കുന്ന ഓഡിയൻസിനെ മാക്സിമം ടാർഗറ്റ് ചെയ്യുക. അതിനോളം ബെനിഫിറ്റ്. കാര്യം എന്താ വെച്ചാൽ ആൾക്കാർക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ, ഇപ്പം ഒരാളൊരു വീഡിയോ പരസ്യം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബാക്കിയുള്ള വീഡിയോസ് കാണാൻ നോക്കും. അപ്പോൾ ആർക്കാ ബെനിഫിറ്റ്? ഈ ആഡ് കൊടുക്കുന്നവർക്കാണ്. കാരണം സബ്സ്ക്രൈബ് ചെയ്യും, ബാക്കിയുള്ള വീഡിയോസ് കാണും, ബാക്കിയുള്ള വീഡിയോസ് കാണുമ്പോൾ വാച്ച് അവർ കൂടും, ബാക്കിയുള്ള വീഡിയോസിൻ്റെ വാച്ച് അവർ കൂടുമ്പം ഇവിടെ റവന്യൂ കയറും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. ഈ വാച്ച് അവർ വീഡിയോ കാണുന്നതിന് ആഡിന് റവന്യൂ കയറോ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. ഇപ്പം എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. നമ്മളിപ്പം എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡ്സ് കൊടുത്തിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഇത്ര എമൗണ്ട് ക്ലിക്കിന് ഇത്ര സ്പെൻഡ് ആവും, അല്ലെങ്കിൽ ഇന്ന് ഇത്ര സ്പെൻഡ് ആയാൽ മതി. അഥവാ ഇന്നിപ്പോൾ ഒരു 300 രൂപ അല്ലെങ്കിൽ 500 രൂപ സ്പെൻഡ് ആയാൽ മതി ഉണ്ടെങ്കിൽ ആ 500 രൂപക്കുള്ള ആഡേ അന്ന് പോവുള്ളൂ, പിറ്റേന്നും ആ എമൗണ്ടേ പോവുള്ളൂ. അത് നമുക്ക് കുറേ ആഡ് വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് ബഡ്ജറ്റ് കൂട്ടാൻ പറ്റും, ഡെയിലി ബഡ്ജറ്റ് കൂട്ടാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് വിചാരിച്ചൊരു 300 രൂപയാണ്, ആ 300 രൂപയ്ക്ക് ആഡ് കൊടുക്കാം, 100 രൂപ കൊടുക്കാം, 200 രൂപ കൊടുക്കാം, 10,000 രൂപ കൊടുക്കാം, 40,000 രൂപ കൊടുക്കാം. എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഒരു 100 200 300 മിനിമം ഉണ്ടാവുക എന്നേ ഉള്ളൂ. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടാനും വാച്ച് അവറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും ഒക്കെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗൂഗിൾ ആഡ്സ്. ഇപ്പം നമുക്ക് ഗൂഗിൾ ആഡ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്നുള്ള സംശയമാണ്, പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഗൂഗിൾ ആഡ്സ് കൊടുത്താൽ അതിൽ വ്യൂസ് കയറല്ലോ. ആ കയറുന്ന വ്യൂസ് വാച്ച് അവർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ ഗൂഗിൾ ആഡ്സ് പ്രൊമോഷൻ ത്രൂ കിട്ടുന്ന വ്യൂസിലുള്ള വാച്ച് അവർ നമ്മളെ ഈ മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ റവന്യൂയിലേക്ക് ഉപകാരപ്പെടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രൊമോഷൻ ആയിട്ടുള്ള വാച്ച് അവറാണ്, നമ്മൾ പൈസ കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനേക്കാൾക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മളെ വീഡിയോ പ്രൊമോഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ ആഡ്സ് കൊടുത്തുള്ള വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ നോക്കിയല്ലോ, നല്ല വീഡിയോ, അതാ നേരത്തെ പറഞ്ഞ നല്ല വീഡിയോ കൊടുക്കണം, അടുത്ത വീഡിയോ നോക്കുമ്പോഴുള്ള ഉപകാരം എന്ന് വെച്ചാൽ ആ അടുത്ത വീഡിയോക്കുള്ള വാച്ച് അവർ കയറും. ആ വാച്ച് അവർ കയറുകയാണെങ്കിൽ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ അതിന് എമൗണ്ട് അഥവാ റവന്യൂ കയറും. മോണിറ്റൈസ് ആവാത്ത ചാനലാണെങ്കിൽ 4000 വാച്ചർ ആവാൻ വേണ്ടിയിട്ട് ബെനിഫിറ്റ് ആവുകയും ചെയ്യും. അപ്പം ഈ ഗൂഗിൾ ആഡ്സിനെ കൊണ്ടുള്ള ഉപകാരം സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ മാത്രമല്ല, വാച്ച് അവർ കൂടും, ബാക്കിയുള്ള വീഡിയോസ് കാണുമ്പോൾ വാച്ച് അവർ കൂടും, വ്യൂസ് കൂടും, പിന്നെ ചാനൽ റീച്ച് ആവും, ആൾക്കാരിലേക്ക് എത്തും. നമ്മളിപ്പോൾ കേരള ബേസ് ചെയ്ത് ചെയ്യുന്ന ചാനലാണെങ്കിൽ പുറത്തെ ആഡ് കൊടുത്ത അമേരിക്ക ആ ഏരിയ അല്ലെങ്കിൽ റഷ്യ, കാനഡ, UK, യൂറോപ്പ്, കുറേ സൗദി, അങ്ങനത്തെ കുറേ കൺട്രീസ് ഉണ്ടല്ലോ. അവിടെ ഒക്കെ നമ്മളെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളത് അവരൊക്കെ ഫോണിൽ അവരൊക്കെ യൂട്യൂബിൽ എത്തിച്ചേരും. അപ്പം എന്താ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മളെ ഈ വീഡിയോസ് വേൾഡ് വൈഡ് ആയിട്ട് ആൾക്കാർ കാണുകയും ചെയ്യും. അപ്പം നമുക്ക് വേൾഡ് വൈഡ് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, വേൾഡ് വൈഡ് വ്യൂസ് കിട്ടും. അപ്പം ഗൂഗിൾ ആഡ്സിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് അതാണ്. വാച്ച് അവർ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഗൂഗിൾ ആഡ്സ് ആ ചെയ്യുന്ന വീഡിയോക്ക് വാച്ച് അവർ കിട്ടില്ല, പക്ഷേ അവർ ബാക്കിയുള്ള വീഡിയോസ് കണ്ടാൽ കിട്ടും. എന്നുള്ള ഡൗട്ടാണ് ഈ നമ്മളിപ്പോൾ ഗൂഗിൾ ആഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്
അവരിതിൽ ബാക്കിയുള്ള വീഡിയോസിൽ നമ്മൾ ഈ പരസ്യം കാണാമെന്നുള്ളത്. അത് സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും കാണുന്നതായിരിക്കും. യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെർച്ച് ഏരിയ ഫസ്റ്റിലുള്ള ആ ഒരു ഫസ്റ്റ് പേജ് ഉണ്ടാവില്ല, ഓപ്പൺ ചെയ്തിട്ടുള്ള പേജ്, എന്താ പറയുക, ഇൻ്റർഫേസ് പറയുന്നത് ആ ഏരിയയിൽ നമ്മൾ കാണും ചില വീഡിയോസ്, ആഡ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് കാണും. അങ്ങനെ വരും. പിന്നെ സ്കിപ്പ് ആഡ് ആയിട്ട്, ഡിസ്കവർ ആഡ്, സ്കിപ്പ് ആഡ്, രണ്ട് ടൈപ്പ് ആഡ് ഉണ്ട്. അപ്പം ഏത് ആഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്കിപ്പ് ആഡ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമോ, വീഡിയോ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ആഡ് കുറച്ച് 3 സെക്കൻഡ് 6 സെക്കൻഡോ കഴിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ആഡ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ് വ്ളോഗ് ആണെങ്കിൽ, ഫുഡ് വ്ളോഗ് കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫുഡിൻ്റെ ഗൂഗിൾ ആഡ് ആണ്, ഫുഡ് ചാനലാണ് ഗൂഗിൾ ആഡ് കൊടുത്തതെങ്കിൽ ആ ഫുഡ് വ്ളോഗിൻ്റെ അടിയിൽ റെക്കമെൻഡേഷനായിട്ട് നമ്മൾ ആഡും പോകും. നമ്മൾ ലൊക്കേഷനും ലാംഗ്വേജും വയസ്സും കാര്യമൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ബേസ് ചെയ്ത് വരിക. അപ്പോൾ അങ്ങനെയാണ് ആഡ് കാണാം. ഇനി ഗൂഗിൾ ആഡ്സിനെ കൊണ്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കുറേ കൂടുമ്പോൾ ചോദിക്കുന്നവരുണ്ട്. ഒരു 10,000 വ്യൂസ് ഗൂഗിൾ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ 20,000 വ്യൂസ് ഗൂഗിൾ ആഡ് ചെയ്താൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമോ, 50,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ ആഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ ആഡ്സ് നമ്മൾ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുക. അഥവാ ഇപ്പം ഞാനാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വീഡിയോ കണ്ട്, ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു സബ്ബായി. പക്ഷെ ഞാൻ വേറൊരു വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ അവിടെ വ്യൂസ് ആവുകയും ചെയ്യും, സബ്സ്ക്രൈബ് ആവുകയും ചെയ്യില്ല. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ചിലപ്പം ബേസ്ഡ് ഓൺ എന്താ പറയുക, നിങ്ങളുടെ വീഡിയോൻ്റെ എന്താ പറയുക പ്രസൻറ്റേഷനും ക്വാളിറ്റിയൊക്കെ അനുസരിച്ചാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുക. ചിലപ്പം 10,000 വ്യൂസ് ചെയ്താൽ ചിലപ്പം 1000, 2000, 5000 സബ്സ്ക്രൈബേഴ്സ് കയറും. ചിലപ്പം 10, 20, 30 കയറും. അത് നിങ്ങളുടെ കണ്ടന്റ്, അതാണ് ആദ്യമേ പറഞ്ഞത്, നല്ല ഏറ്റവും ബെസ്റ്റ് വീഡിയോ മാത്രമേ ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് വാച്ച് അവർ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യാൻ, വാച്ച് അവറും ഗൂഗിൾ ആഡ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഗൂഗിൾ ആഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങൾ കൊടുത്താൽ റീച്ച് ആവില്ല, നിങ്ങൾ കൊടുത്താൽ റെഡി ആവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ, താഴെ കൊടുത്ത നമ്പർ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് ഒക്കെ വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ ആഡ്സ് നമ്മൾ ചെയ്തു തരാൻ പറ്റും. നമ്മൾ 10,000, 20,000, 30,000 ഒക്കെ നമ്മൾ ചെയ്തുതരും. ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്യാമെന്നും ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് പത്ര ചാനൽ വരികയെന്നും അത് ഗൂഗിൾ ആഡ്സ് ചെയ്യുമ്പോൾ വാച്ച് അവർ നമുക്ക് കയറുമോ, ഡീറ്റെയിൽസ് ഏകദേശം ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു 90% ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സംശയവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി തരും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്